PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദിയാണ് നമ്മൾ എടുക്കുന്നത്. 9ാം ക്ലാസ്സുകാരുടെ ഹിന്ദി ഫസ്റ്റ് പാഠം നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഇക്കായി 1-ല് നമുക്ക് ആകെ ഉള്ളത് 5 ഇക്കായിയാണ്. അതിൽ ഇക്കായി 1-ലെ ഫസ്റ്റ് ഇക്കായി 1-ല് നോക്കാം 4 പാഠങ്ങളാണുള്ളത്. ആദ്യത്തത് ഒരു പോയമാണ്, ഒരു കവിതയാണ്. നരേന്ദ്ര പുത്രിക്ക് എഴുതിയ ഒരു പോയം, വെരി ഇൻട്രസ്റ്റിംഗ് പോയം. ആ പോയമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ ഒരു കഥയാണ്, പിന്നെ 2 കഹാനി. അതിലൊരു കഹാനി നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് ലാസ്റ്റ് കഹാനി അതിരിക്ത് വാചനാണ്, നമുക്ക് പഠിക്കാനില്ല, വായിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് പാഠം ഇക്കായി 1-ലെ ആദ്യത്തെ പോയമാണ് ഫൂൽ ബനി തി മാം. അത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ഫസ്റ്റ് എല്ലാവരും എടുക്കാം ടെക്സ്റ്റ്. പേജ് നമ്പർ 7. പേജ് നമ്പർ 7-ല് എല്ലാവരും കാണുന്ന എഴുത്. ഇതൊരു ഹൈക്കു ആണ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ നമ്മള് പറയില്ലേ, നമ്മള് ഹൈക്കു എന്ന് പറഞ്ഞാൽ 3 വരി. ഇത് കണ്ടോ, 3 വരി. ഇറ്റ്സ് എ ജപ്പാനീസ് പോയമാണ്, ഒരു ജപ്പാനി കവിതയാണ്. ഹൈക്കു എന്ന് പറയുന്നത്. ഹൈക്കു എന്ന് പറഞ്ഞ കവിതയിൽ 3 ഒരു തീം, എന്തെങ്കിലും ഒരു തീം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം, അത് 3 വരിയേ ഉണ്ടാവുള്ളൂ. ഹൈക്കുവിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവരും പഠിക്കണം. എന്താ ഹൈക്കു എന്ന് പറഞ്ഞാൽ? ഒരു ജപ്പാനി കവിത. ഇത് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടോ? പേജ് നമ്പർ 7-ലെ ഈ 3 ലൈൻ, അതൊരു കവിതയാണ്. അതിനെയാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഹൈക്കു എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനി കവിത. ആ ജപ്പാനി കവിതയില് ശ്രദ്ധിക്കാട്ടോ 3 വരി. ആ 3 വരിയുടെ പ്രത്യേകത, ആദ്യത്തെ വരിയില് നോക്കാം 5 അക്ഷരമാണ്, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരം, മൂന്നാമത്തെ വരിയിൽ വീണ്ടും 5 അക്ഷരമാണുള്ളത്. കണ്ടോ, 3 എണ്ണം, 3 വരികൾ എല്ലാവരും കണ്ടോ? ഈ 3 വരിയിലെ ഫസ്റ്റിലെ ഒന്ന് നോക്കിയേ. മയ്യ കി ആയി. മയ്യ എന്ന് പറഞ്ഞാൽ മാ കി ആയി. മാ അമ്മയുടെ വന്നു. എന്ത് വന്നു? വൃദ്ധാശ്രമം സേ ചിട്ടി. വൃദ്ധാശ്രമത്തിൽ നിന്ന് അമ്മയുടെ ചിട്ടി വന്നു. അമ്മയുടെ കത്ത് വരികയാണ്. ചിട്ടി, കത്ത്. അപ്പൊ വൃദ്ധാശ്രമം നമ്മുടെ മലയാളം മീഡിയം. വൃദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? വൃദ്ധന്മാരെ, വയസ്സായവരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് വൃദ്ധാശ്രമം. ആ വൃദ്ധാശ്രമത്തിൽ നിന്ന് വന്നു ഒരു അമ്മയുടെ ലെറ്റർ, ചിട്ടി വന്നു. കൈസേ ഹോ ബേട്ടാ, എങ്ങനെയുണ്ട് മകനെ? ആരാ വൃദ്ധാശ്രമത്തിൽ ഉണ്ടാവാം? വൃദ്ധന്മാരെല്ലാവരും ആശ്രമത്തിൽ പോവും. മക്കളുള്ള അമ്മമാരും അപ്പന്മാരും ഒരിക്കലും ആശ്രമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവരവരുടെ മക്കള് നോക്കും, ഇല്ലേ? എല്ലാവരും മക്കള് നോക്കില്ലേ? പക്ഷെ മക്കള് നോക്കാത്തവരാണ് വൃദ്ധാശ്രമത്തിൽ ഉണ്ടാവുക. അപ്പോ വൃദ്ധാശ്രമത്തിൽ ശരിക്കും പോകേണ്ടത് മക്കളില്ലാത്ത പാരന്റ്സ് ഉണ്ടെങ്കിൽ അവര് വൃദ്ധാശ്രമത്തിൽ പോയി നിൽക്കും. പക്ഷെ മക്കള് വേണ്ടാത്തവര്, മക്കൾക്ക് പാരന്റ്സിനെ വേണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടും വൃദ്ധാശ്രമത്തിൽ, അല്ലെ? അവരെന്തുകൊണ്ടാണ് വിടുന്നത്? ആ പാരന്റ്സിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ മക്കൾ എപ്പോഴെങ്കിലും വിടുമോ ഒരു ആശ്രമത്തിലേക്ക്? ഒരു പാരന്റ്സിനും ഒരു ആശ്രമത്തിലേക്ക് ഒരു മക്കൾ വിടില്ല. കാരണം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ, മാതാപിതാക്കളോടൊരു ബഹുമാനവും സ്നേഹം ഉണ്ടെങ്കിൽ എത്ര രോഗികളായാലും എത്ര ബുദ്ധിമുട്ടായാലും പാരന്റ്സിനെ അവർ ഉപേക്ഷിക്കില്ല. പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ച ഒരു അമ്മയുടെ മകനൊരു ലെറ്റർ എഴുതാം എന്ന് പറഞ്ഞാൽ, ആ വൃദ്ധാശ്രമത്തിലുള്ള ഒരു അമ്മ മക്കൾ ഉപേക്ഷിച്ചതാണ്. മക്കൾക്ക് ആ അമ്മയോട് സ്നേഹമില്ല. പക്ഷെ ആ അമ്മയ്ക്ക് മക്കളോട് സ്നേഹമില്ലാണ്ടിരിക്കുമോ? മക്കൾക്ക് സ്നേഹമില്ലാണ്ടായി മക്കൾ കൊണ്ടതാക്കി. പക്ഷെ അമ്മയ്ക്ക് ഒരിക്കലും സ്നേഹമില്ലാതാവുന്നില്ല. ആ അമ്മ മകനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. മയ്യാക്കി ആയി. മയ്യ, അമ്മയുടെ വന്നൊരു ലെറ്റർ. എവിടെന്നാ വരുന്നത്? സാധാരണ അമ്മമാര് മക്കൾക്കൊക്കെ ലെറ്റർ അയക്കും. കൈസേ ഹോ ബേട്ടാ, എങ്ങനെയുണ്ട്, സുഖാണോ, ഇല്ലേ? സുഖാണോ എന്ന് ചോദിച്ചൊരു ലെറ്ററൊക്കെ അമ്മമാര് മക്കൾക്ക് വിടും. പക്ഷെ വൃദ്ധാശ്രമത്തിലേക്ക് വിട്ട ഒരു അമ്മ വിടേണ്ട ആവശ്യമുണ്ടോ? ആ മകൻ വേണ്ടാണ്ട് ഉപേക്ഷിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും ആ അമ്മയുടെ സ്നേഹം, അമ്മയുടെ ഉള്ളിലുള്ള കരുതല്, മക്കളോടുള്ള സ്നേഹവും കരുതലും ഒരിക്കലും ഒരു പറ്റാത്തൊരു സ്നേഹവും കരുതലാണുള്ളത്. അതാണ് നമുക്കിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ 3 വരി കൂടെ എന്തൊരു വലിയ സ്റ്റോറിയാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വലിയൊരു ആശയം, ഈ ലോകത്തിന്റെ ഇന്ന് നടക്കുന്ന വലിയൊരു പ്രോബ്ലമാണ് ഇവിടെ ഈ ജപ്പാനി കവിതയായ ഈ ഹൈക്കുയിൽ കൂടെ വരുന്നത്. ഇനി അതിനെ കുറിച്ചാണ് നമ്മുടെ പോയിന്റ്.
അപ്പൊ നമ്മുടെ പോയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഈ പോയം എന്തിനെ കുറിച്ചാണെന്ന്. ഇവിടെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ചോദ്യം ഉണ്ട് കണ്ടോ. വൃദ്ധാശ്രമ में रहने वाले माम किसके बारे में सोचती है? ആരെ കുറിച്ചായിരിക്കും അമ്മ ചിന്തിക്കുന്നത്? വൃദ്ധാശ്രമത്തിൽ താമസിക്കുന്ന അമ്മ മകൻ അമ്മേനെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവന്നാക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ അമ്മ ആരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവോ? എന്റെ മക്കൾക്ക് എങ്ങനെയാണാവോ, അവരെങ്ങനെയാണാവോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള പേരക്കുട്ടികൾ എങ്ങനെയായി, ഇതല്ലേ എപ്പോഴും ആ അമ്മ ചിന്തിക്കണു. അപ്പൊ ആരെ കുറിച്ചാണ് അമ്മ ചിന്തിക്കുന്നത്? ഇതാണ് ചോദ്യം. നോക്കിയൊന്നോടി. വൃദ്ധാശ്രമ में रहने वाले माम किसके बारे में सोचते हैं? ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആരെ കുറിച്ചായിരിക്കും അമ്മ ചിന്തിക്കുന്നത്? എന്താണ്? किसके बारे में सोचते हैं? माम अपने बच्चे के बारे में सोचते हैं. നോക്കാം. പോയം തുടങ്ങുകയാണ്. കവിതയാണ്. ആരെഴുതിയത? നരേന്ദ്ര പുട്രിക എഴുതിയ ഒരു കവിതയാണ് പൂൽ ബനീതി മാം. പൂൽ എന്താ? പാലം. പൂൽ എല്ലാവർക്കും അറിയില്ലേ? പാലമാണെന്ന്. അമ്മ വീട്ടിലെ ഒരു പാലമാണ്. നരേന്ദ്രപുട്രിക്ക് പറയാണ്. എന്താണ് ഇവിടെ നരേന്ദ്രപുട്രിക്ക് പറയുന്നത്? ഈ കവിതയിൽ കൂടെ പറയാണ് ആ അമ്മ ആ വീടിലെ ഒരു പാലമായിരുന്നു. വീടിന്റെ പാലമായിട്ട് നിൽക്കല്ല. പാലത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താ പാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാലം എന്തിനാ നമുക്ക്? ബ്രിഡ്ജ് എന്തിനാ? അങ്ങോട്ട് കിടക്കാനും, പുഴയുടെ അങ്ങോട്ട് കിടക്കാനും ഇങ്ങോട്ട് കിടക്കാനും അല്ലെ. അപ്പുറത്തേക്ക് കിടക്കാനും ഇപ്പുറത്തേക്ക് വരാനും ഇതിനെ കൂടെ കയറി നടക്കാൻ പറ്റും. ഇതാണ് അമ്മയുടെ അവസ്ഥ. ഏത് വീട്ടിലായാലും, നിങ്ങളുടെ വീട്ടിലൊക്കെ അല്ലേ അമ്മമാര് എന്താ ചെയ്യണത്? നിങ്ങൾ മക്കള് തമ്മില് ഇപ്പൊ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടില് നിങ്ങൾ വഴക്ക് കൂടില്ലേ? വഴക്ക് കൂടുമ്പോ അമ്മ പറയോ എന്നാ അവർ തല്ല് കൂടി അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മമാര് വരുമോ? വടിയും കൊണ്ട് ഓടി വരും ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളെ തല്ലാൻ വേണ്ടിയിട്ടല്ല, മാറ്റാൻ, വഴക്ക് തീർക്കാൻ, നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസിനെ മാറ്റാൻ, നിങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ ആരോടി വരും? അമ്മമാര് വരും. അതാണ് അമ്മ. പാലമെന്നാണ്. മറ്റുള്ളവർ തമ്മില് ഇവിടെ പറയാണ് ഹം ഭായിയോം കെ ബീച്ച്. പോയത്തിൽ ഹം ഭായിയോം കെ. ഇവിടെ ഒരു കഥ പറയുന്നത് ഒരു മക്കളും ഒരു അമ്മയും. ഹം ഭായിയോം കെ ബീച്ച്. ഭായിയോം ലൈൻ ശ്രദ്ധിക്കാട്ടോ. പോയം ഓരോ വരിയും ശരിക്കും പെൻസിൽ വെച്ച്, ഞാൻ പറഞ്ഞു പെൻസിൽ എടുത്ത് വെക്കുക. ഹിന്ദി ടെക്സ്റ്റില് എപ്പോഴും പെൻസിൽ എടുത്ത് വെക്കുക. പ്രൊനൗൺസിയേഷൻ കിട്ടില്ലെങ്കിൽ എഴുതാം, മീനിങ്സ് എഴുതി വെക്കുക. പഠിക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റി കളഞ്ഞോ. ഹം ഭായിയോം കെ ബീച്ച്. ഞങ്ങൾ ഭായിയോമാരാ? സഹോദരങ്ങള്. ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയില് പൂൽ ബനീതി മാം. അമ്മ ആരായിരുന്നു? ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയില് അമ്മ ഒരു പാലമായിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹത്തി ബേഗ്ഡക്. ജിസ്മേൻ അതിന്മേൽ, ഏതിന്മേൽ? ആ പാലത്തിന്മേൽ. ആയേ ദിൻ എല്ലായ്പ്പോഴും. ദൗഡ്തി രഹത്തി, ദൗഡന ഓടുക. ഇപ്പൊ അർത്ഥങ്ങൾ മര്യാദക്ക് എഴുതിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ദൗഡന എന്താ? ദൗഡന ഓടുക. ദൗഡ്തി രഹത്തി ബേദ്ഡക്. എന്താ ബേദ്ഡക്? ബേദ്ഡക് വിതൗട്ട് പ്രിവെൻഷൻ. ഒരു തടസ്സവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഭായിയോം ഓടി നടക്കുകയായിരുന്നു. കിട്ടിയോ? ഒന്നുകൂടി നോക്കിയാൽ 3 ലൈൻ. ഹം ഭായിയോം കെ ബീച്ച് പൂൽ ബനി थी माम जिसमें आए दिन दौड़ती रहती बेधड़क. കിട്ടി? 4 വരി കിട്ടിയ എല്ലാവർക്കും? ഒന്നുകൂടി നോക്കാം. ഹം ഭായിയോം കെ ബീച്ച്. ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയില് പൂൽ ബനീതി മാം. അമ്മ എന്തായിരുന്നു? ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു അമ്മ. ജിസ്മേ ആ പാലത്തിനെ കൂടെ ആയേ ദിൻ ദൗഡ്തേ രഹത്തി ബേദ്ഡക്. ഞങ്ങൾ ഓടുകയായിരുന്നു. ബേദ്ഡക് ഒരു തടസ്സമില്ലാതെ, വിതൗട്ട് എനി ഹിൻഡ്രൻസ്. ഒരു പ്രിവെൻഷനോ ഒരു തടസ്സങ്ങളോ ഒരു ഹിൻഡ്രൻസും ഇല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്. നമ്മൾ ട്രെയിൻ പോകുമ്പോ കണ്ടിട്ടുണ്ടോ? ഇല്ല, റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും പോയിട്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിൽ കാണിക്കും 2 കളർ. ഏതൊക്കെയാ? ഒരു പച്ച കാണിക്കും. പച്ചക്കൊടി എന്തിനാ കാണിക്കുന്നത്? കടന്നു പോകാൻ. റെഡ് ഫ്ലാഗ് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലേ? ഈ പച്ചക്കൊടിയും ചുവപ്പക്കൊടിയും കാണിക്കും. പക്ഷെ
അവർ കാണിക്കില്ല, നല്ല ട്രെയിൻ പോകലും നിൽക്കലും ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ ട്രെയിന്, ഞങ്ങളാകുന്ന ട്രെയിൻ ഓടുകയാണെന്ന് ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്. അവിടെ ഞങ്ങൾ ഓടുന്ന, ഞങ്ങൾ ഈ പാലത്തിമേ കൂടിയ ട്രെയിൻ, ആ ട്രെയിൻ ഓടുകയാണ്. ഈ പാലത്തിമേ കൂടെ പോകുമ്പോ അവിടെ എന്തില്ല എന്ന്, ബിനാ കിസി, ബിനാ ഇല്ല എന്ന്, കിസി ഹരിലാൽ, ഹരി പക്ഷിയും, ലാൽ ചുവപ്പും, ബത്തിക്ക് ബത്തി വിളക്കുകളില്ലാന്ന്. ചുവപ്പ വിളക്കും കാണിക്കുന്നില്ല, പച്ച വിളക്കും കാണിക്കുന്നില്ല. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, എന്താണ് ചുക് ചുക് ചക് ചക്? തീവണ്ടി, ചുക് ചുക് ചക് ചക്, തീവണ്ടിയുടെ ശബ്ദമാണ്. അപ്പൊ ഞങ്ങളുടെ തീവണ്ടി ചുക് ചുക് ചക് ചക് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകും. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? പറയും ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയില് ആ മകൻ പറയുന്നതാണ് അല്ലെ? മകനല്ലേ പറയണേ? എന്താ മകൻ പറയണത്? പറഞ്ഞോളൂ. ഇത്ര നേരം എടുത്തിട്ട് മനസ്സിലായില്ലേ? ആ ഒരു സ്റ്റാൻസയില് എന്താണ് മകൻ പറയണത്? ഹം ഭായിയോം കെ ബീച്ച് മാമി പൂൽ തീ. സെന്റൻസ് ആക്കി പറയാൻ കിട്ടണം കേട്ടോ. സെന്റൻസ് ആക്കി എഴുതണം എല്ലാവരും, സമ്മറി എഴുതി വെക്കാൻ. അപ്പൊ സെന്റൻസ് ഞാൻ പറയുമ്പോ അത് കേട്ട് എഴുതാം. എന്താണ് ഹം ഭായിയോം കെ, ഇതല്ലെങ്കിൽ ഇത് അങ്ങനെ പകർത്തി വെക്കല്ല ചെയ്യാം. എന്താണ് മാം ഹം ഭായിയോം കെ ബീച്ച് പൂൽ തീ. എന്റെ അമ്മ അല്ലെങ്കിൽ ഹമാര അമ്മ കൈസാ താ? ഹം ഭായിയോം കെ ബീച്ച് ഏക് പൂൽ തീ, ഒരു പാലമായിരുന്നു. എന്താണ് ഔർ ജിസ് പൂൽ സേ ഹം എന്താ ചെയ്തിരുന്നത്? ദൗർത്തി രഹത്തെ ബേധടക്, हम बेधड़क दौड़ती रहते, वहां में एक लाल और हरी बत्ती नहीं था. लाल बत्ती ना होकर हम वह पुल से दौड़ सकता था. കിട്ടിയോ അതിന്റെ സമറി? ഒന്നുകൂടി പറഞ്ഞോളൂ. ഒരു സ്റ്റാൻസ 2 ലൈനിലായിട്ട് എഴുതാൻ കിട്ടണം. എന്താ പറഞ്ഞ സമറി? മനസ്സിലാക്കി പഠിച്ച എളുപ്പമാണ്. പറഞ്ഞോ. ഹം ഭായിയോം കെ ബീച്ച് മാം, ഹമാര മാം ക്യാ താ? ഞങ്ങളുടെ അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു. ആ പാലത്തിമേ കൂടെ ഞങ്ങൾക്ക് ഒരു തടസ്സമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം വളരെ സുഗമമായിരുന്നു. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി ഹിന്ദിയിൽ പറഞ്ഞെങ്കിൽ ഹം ഭായിയോം കെ ബീച്ച് ഹമാര മാം ഏക് പൂൽ തീ, അല്ലെ? और जिस पूल से बेधड़क हम दौड़ता था वहां लाल और हरी बत्ती नहीं था. അല്ലെ? ലാൽ കളറിലും ഹരി കളറിലും ബത്തി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നത്തെ ലൈൻ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഇത്രയും പറയുള്ളൂ, ചുറ്റുക് ചുറ്റുക്കായിട്ട് നമ്മുടെ ട്രെയിൻ അതിലേക്കൂടെ ഓടിപ്പോയി. അത് നമ്മൾ പറഞ്ഞു അല്ലെ? ബേധടക് ദൗത്തി രഹത്തി എന്ന് പറഞ്ഞാൽ മതി. കിട്ടിയില്ല എല്ലാവർക്കും? ഇനി നോക്കുക, ശ്രദ്ധിക്കാം ആ സ്റ്റാൻസ. हम भाइयों के बीच पूल बनी थी माम, जिसमें आए दिन दौड़ती रहती बेधड़क, जिसमें ആ പാലത്തിമേ കൂടെ, അതിന്മേൽ ആ പാലത്തിമേ കൂടെ ഞങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ബിനാ കിസി ലാൽ ഹരി ലാൽ ബത്തി കെ हम लोगों की ചുക് ചുക് ചക് ചക്. കിട്ടിയല്ലോ? അടുത്ത സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസ ഈ ഒരു സംശയമില്ലല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ വരുമ്പോ ചോദിക്കാട്ടോ. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പൂൽ ബനി മാം. വീണ്ടും പറയാണ്, ആദ്യം വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആരായിരുന്നു? സാധാരണ കുടുംബത്തിലെ കാര്യമായിരുന്നു നോക്കാം. പിതാ, അച്ഛന്മാര് അല്ലേ? നിങ്ങളുടെ അപ്പന്മാരാണ്, ഫാദേഴ്സ് ആണ്, എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷെ ഫാദർ മരിച്ചു കഴിഞ്ഞാൽ, ഫാദർ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ നോക്കുക? കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കിയത്. പിതാക്കെ ബാദ്, പിതാവിന് ശേഷം, പിതാവിന് ശേഷം എന്ന് വെച്ചാൽ പിതാ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഹം ഭായിയോം കെ ബീച്ച് പൂൽ ബനി മാം. അമ്മ എന്ത് സംഭവിച്ചിരുന്നു? ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയില് പൂൽ ബനി മാം, അതൊക്കെ പറഞ്ഞതാ അല്ലെ? പൂൽ ബനി മാം, അമ്മ പൂലായിരുന്നു, പൂൽ പാലമായിരുന്നു. അച്ചാനക് അങ്ങനെയുള്ള അമ്മേനെ അപ്പൊ തുടക്കത്തിൽ പറയാണ്, അമ്മ ഞങ്ങളുടെ വീട്ടിലെ പാലമാണ്, അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നത്. പിതാവിന് ശേഷം ഞങ്ങളുടെ കുടുംബം കൊണ്ടു നടന്നത് അമ്മയായിരുന്നു. അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം സുഗമമായി പോയിരുന്നു. പക്ഷേ അചാനക് പെട്ടെന്നൊരു ദിവസം നഹി ടൂട്ടി, അചാനക് നഹി ടൂട്ടി,
പെട്ടെന്ന് പൊട്ടിയതല്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് അമ്മ അങ്ങോട്ട് മരിക്കല്ല ചെയ്തത്. അചാനക് നഹി ടൂട്ടി, അചാനക് സംഭവിച്ചതല്ല, അചാനക് നഹി ടൂട്ടി, നഹി ഇല്ല, ടൂട്ട പൊട്ടിപ്പോവുക, തകർന്നുക, പെട്ടെന്ന് തകർന്നതല്ല. ധീരെ ധീരെ, വയസ്സായ അമ്മ പെട്ടെന്ന് മരിക്കല്ല ചെയ്തേ, ധീരെ 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 സാവകാശം കുറേശ്ശെയായിട്ട് ടൂട്ടി രഹി, ടൂട്ട തകർന്നു പോവുക, പൊട്ടിപ്പോവുക. പക്ഷെ ഇവിടെ എന്താക്കാം, അമ്മ ടൂട്ടി രഹി എന്ന് പറഞ്ഞാൽ അമ്മ ക്ഷീണിക്കുകയാണ് ചെയ്തത്. അമ്മ ടൂട്ടി രഹി, ക്ഷീണിച്ചു വരികയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മ എന്ത് സംഭവിച്ചു, കുറേശ്ശെയായിട്ട് ക്ഷീണിക്കുകയാണ്. ഹം ദേഖ്തേ രഹി, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങള് കാണുമ്പോ തന്നെ, എന്നുവെച്ചാൽ അമ്മയിലുള്ള മാറ്റം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മാനത്തേ രഹി, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അമ്മ ക്ഷീണിക്കുന്നത്. ബൂഡാ രഹി ഹൈ മാം, എന്ത് ഞങ്ങൾ കണ്ടിരുന്നു, അമ്മ ബൂഡ വയസ്സായി ക്ഷീണിച്ചത് ഞങ്ങള് കാണുകയാണ്. കിട്ടിയോ? അപ്പൊ എന്താണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്, പിതാ കെ ബാദ് ഹം ഭായിയോं के बीच पूल बनी थी माം, അമ്മ പാലമായി മാറി. പിതാവിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ പാലമായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിന്റെ എന്താ പറയാ അത്താണിയായിരുന്നു, കുടുംബത്തിന്റെ രക്ഷയായിരുന്നു, കുടുംബം കൊണ്ടു നടന്നതായിരുന്നു ആര്, അമ്മ. പക്ഷെ ആ അമ്മ പെട്ടെന്ന് അമ്മ അവസാനിച്ചതല്ല. ആ അമ്മ പ്രായമായി, അമ്മയ്ക്ക് ക്ഷീണം വരുന്നത് ഞങ്ങൾ കാണുകയാണ്. അമ്മയ്ക്ക് ക്ഷീണം വരുന്നത് ഞങ്ങൾ മനസ്സിലാക്കി. അമ്മ ക്ഷീണിച്ച് അവശതയാവുന്നത് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അത് മനസ്സിലാക്കി. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾ അമ്മയ്ക്കൊന്നുമല്ല, ഓരോ ദിവസവും അമ്മ അവശതയാവുന്നത്, ക്ഷീണിക്കുന്നത് ഞങ്ങൾ അറിയുകയാണ്. കിട്ടിയില്ലേ? കിട്ടിയോ? മനസ്സിലായോ സ്റ്റാൻസ? അപ്പൊ ഒന്ന് സമ്മറി പറഞ്ഞു വെക്കാതെ എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞിട്ടാണ്. എന്താ സമ്മറി? क्या भाई कहता है, पिता के बाद हम भाइयों के बीच माँ पूरी बन गया. हमारा सब कार्य कौन देखता था, माँ ही देखता था. माँ सब कुछ कर देता है, माँ सब कुछ हमको देता था. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതാണ് അമ്മയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ജീവിതം വളരെ സുഖമായി ആരാം സെ ചൽ रही था, अले हम बहुत आराम से चल रही था क्योंकि माँ हमारा सब कार्य देख रहा था. എല്ലാം അമ്മ ചെയ്തു. പക്ഷേ പറയാണ് അചാനക് നഹി യഹുവ, പെട്ടെന്നല്ല സംഭവിച്ച്, വെരി സ്ലോലി ഒരു കാര്യം അവിടെ നടന്നിരുന്നു. എന്തായിരുന്നു? ധീരെ ധീരെ മാം ടൂട്ടി തീ, അമ്മ ക്ഷീണിച്ച് പോവാണ്, അമ്മ അവശതയാണ്. ഞങ്ങൾ കണ്ടു ഒരു കാര്യം, എന്തെന്ന്, മാ ബൂഡി രഹി ഹൈ, അമ്മ എന്താണ്, ബൂഡി രഹി ഹൈ മാം. കിട്ടിയ എല്ലാവർക്കും? അപ്പൊ രണ്ട് സ്റ്റാൻസയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഏതാ രണ്ട് സ്റ്റാൻസ? ഫസ്റ്റ് സ്റ്റാൻസയിൽ ഭായി പറയാണ് हमारा माम पूल बन गई, हम बच्चों को बेधड़क वह पूल से दौड़ सकता था, वह हरा और ഹരി और लाल बत्ती नहीं था, ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയാണ് पिता के बाद माम ही पूल था, हमारा सब कार्य हमारा सब देखभाल कौन करता था, माँ ही करता था. लेकिन उसके बाद क्या हुआ, वह देख रहा, वह बच्चों वह भाइयों कहता है कि हम बच्चों देख रहा था कि हमारा माँ बूढ़ा हो रहा है. ഇത്രയും വെച്ച് നമ്മളിവിടെ നിർത്തുകയാണ്. ഈ രണ്ട് സ്റ്റാൻസ നാളേക്ക് നന്നായിട്ട് വായിച്ചിട്ട് വരിക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ അയച്ചു തരാം, അത് പഠിച്ചാൽ മതി നന്നായിട്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഈ ഹൈക്കു നന്നായിട്ട് പഠിക്കണം. ഹൈക്കു എന്താണെന്ന് പറഞ്ഞു. ഹൈക്കുവിൽ 3 ലൈൻ, അതില് എത്ര സെന്റൻസ്, ഫസ്റ്റില് എത്ര വാക്കുകൾ ഉണ്ടാവും, ഫസ്റ്റിൽ 5, പിന്നത്തെ 7, പിന്നത്തെ 5. അങ്ങനെ ഹൈക്കു എന്താണെന്ന് അറിയണ ജപ്പാനി കവിത. പിന്നെ നമ്മുടെ ഇവിടുത്തെ നരേന്ദ്രപുത്രിക്ക് എഴുതിയ നരേന്ദ്രപുത്രിക്കിന്റെ ഏതാണ് പാഠം, പൂൽ ബനി ഥി മാം. എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നമ്മളിവിടെ ഇന്ന് നിർത്തുകയാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ അയച്ചു തരും, അത് പഠിക്കണം, എഴുതി പഠിക്കണം. ഹിന്ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി പഠിക്കണം എല്ലാവരും. ഓക്കെ.